Osho could not complete his journey of wanting to be Zorba the Buddha. He always, we follow the Jiddu Krishnamurti. I find him too cerebral. ആരാന്ന് ചോദിച്ചാൽ പിന്നെ എല്ലാം പോയി. ഇനി പറയും എന്റെ പേര് പറയും, നാള്, അച്ഛൻ, അമ്മ, ഞാൻ പഠിച്ചത്, ഞാൻ ചെയ്യുന്ന ജോലി, അതൊന്നുമല്ല അവിടെ ചോദിക്കുന്നത്. അപ്പൊ നാട്ടുകാർ എന്നെ കണ്ടു തുടങ്ങിയിട്ട് 25 വർഷമായി. Who are you? ഐ എം എ ജോക്ക് മൈസെൽഫ്, ഐ തിങ്ക്. മലയാളത്തിലും പറയാം. അപ്പൊ മലയാളത്തിൽ ചോദ്യം ചോദിച്ചാൽ മതി. ഈ മഹാരാജ്യത്തിലെ ഒരു ചെറിയ വിഭാഗം ജനങ്ങൾ മാത്രം സംസാരിക്കുന്നതാണ് എൻ്റെ ഭാഷ. പക്ഷേ ഞങ്ങളുടെ ഭാഷ സജീവമാണ്. You are a woman of many talents, but now you are here as an author. What do you think of this transition? Is it something that you wanted to make? One, there is no transition really. It's the only changes in the way I have started expressing one more dimension of myself. മലയാളത്തിലും പറയാം. അപ്പൊ മലയാളത്തിൽ ചോദ്യം ചോദിച്ചാൽ മതി. So ask me in English, I'll tend to answer in English. അപ്പം ഇതിലൊരു ട്രാൻസിഷനോ എനിക്കൊരു പ്രത്യേക ആക്ട്രസ് മാറി ഇപ്പൊ ഞാൻ ഓത്തറായിരുന്നോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഒരു കാര്യം കൂടെ ചെയ്തു തുടങ്ങി എന്ന് വെച്ചാൽ മുമ്പ് ചെയ്തിരുന്ന ഒന്നും നിർത്തിയിട്ടുമില്ല, അതിനൊരു അവസാനം വന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ എഴുത്തിലേക്ക് വരണം എന്ന് പറയുന്നത് എൻ്റെ ഒരു എക്കാലത്തെയും ആഗ്രഹമോ ഒന്നും ആയിരുന്നില്ല. അത് സംഭവിച്ചു പോയൊരു കാര്യമാണ്. എനിക്ക് ഉണ്ടായ ഒരു അറിവ് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യണം, ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിൽ എഴുതിയ പുസ്തകമാണ്. അതിനെക്കുറിച്ച് ഒരു ഇന്റർവ്യൂ കൊടുക്കുകയും ആ ഇന്റർവ്യൂ വൈറലാവുകയും ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ശരിക്കും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളോടും എൻ്റെ കുടുംബത്തിലുള്ളവരോടൊക്കെ സംസാരിക്കുന്ന പോലെ നാട്ടുകാരോട് സംസാരിച്ചത്. അല്ലെങ്കിൽ എപ്പോഴും നമ്മളൊരു ഫിൽട്ടർ ഇട്ടിട്ട് വളരെ പൊളിറ്റിക്കലി കറക്റ്റ് ആൻഡ് വളരെ എന്താ പറയാ മറ്റുള്ളവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പോലെ സംസാരിക്കുന്ന രീതിയിലായിരുന്നു ഇത്രയും കൊല്ലം. അപ്പൊ നാട്ടുകാർ എന്നെ കണ്ടു തുടങ്ങിയിട്ട് 25 വർഷമായി. പെട്ടെന്ന് ഈ രീതിയിൽ സംസാരിച്ചപ്പോ എല്ലാവരും ഒന്ന് ഞെട്ടി. അത് ഞെട്ടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, പക്ഷെ ഈ പുസ്തകത്തിനെ പറ്റി പറയുമ്പോൾ ഇതില് എന്താ പറയാ ഒരു ഫിൽറ്റേഴ്സും ഇല്ലാതെ എഴുതിയിട്ടുള്ളൊരു ബുക്കാണ്. അതിനെ പറ്റി സംസാരിക്കുമ്പോൾ ഫിൽറ്റേഴ്സ് ഇട്ട് സംസാരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് സംസാരിച്ചതാണ്. എന്തായാലും ഇപ്പൊ സന്തോഷമുണ്ട്. അത് കാരണം ഇപ്പോ പെൻഗ്വിൻ ബുക്കിന്റെ റൈറ്റ്സ് എടുത്തിട്ടുണ്ട്. DC ബുക്സ് മലയാളം വേർഷൻ ഇറക്കുന്നു. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം പാർട്ട് ഓഫ് ദ സ്പിരിച്വൽ ജേർണി ഈസ് നമുക്കൊരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം എന്നുള്ളത് ഇറ്റ്സ് എ റൂൾ. ഇറ്റ് ഹാപ്പൻസ് ഫ്രോം വിതിൻ യുവർ ഹാർട്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ നല്ലൊരു തമാശ കേട്ടു, നിങ്ങൾ ഇനി ഇത് ആരോട് പറയില്ലേ? ഓ നല്ലൊരു തമാശ, ഇനി ഇത് ആരോട് പറയണ്ട, ഇതല്ലല്ലോ. നമ്മൾ നല്ലൊരു തമാശ കേട്ട നെക്സ്റ്റ് കണ്ട ആളോട് നമ്മളത് പറയാൻ ശ്രമിക്കും. അതേപോലെയാണ് എനി സ്പിരിച്വൽ ഡിസ്കവറി. യു കനോട്ട് ഹെൽപ്പ് ഇറ്റ്, യു വാണ്ട് ടു ഷെയർ ഇറ്റ് വിത്ത് അതേഴ്സ്. ഈ ബുക്കിൽ പറയുന്ന പല കാര്യങ്ങളും ഇന്റർവ്യൂവിൽ പറയുന്ന പല കാര്യങ്ങളും ഇറ്റ്സ് നോട്ട് എക്സാക്ട്ലി വാട്ട് പീപ്പിൾ യൂഷ്വലി തിങ്ക് ഓഫ് ആസ് റിലീജിയൻ. റിലീജിയൻ എന്ന പേരിട്ട് വിളിക്കപ്പെടുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ല ഇതിൽ പറയുന്നത്. ആൻഡ് ഇതിന് അഡ്മയേഴ്സും ഉണ്ടാവും, അതിന്റെ ക്രിട്ടിക്സും ഉണ്ടാവും. സം പീപ്പിൾ മൈറ്റ് സേ ഇറ്റ്സ് ഫണ്ടമെന്റലി ഇറാഷണൽ. ഹൗ ഡു യു സീ ദിസ്? ഒന്ന്, റിലിജ്യൻ എന്ന് പറയുന്ന വാക്കിന് ഇവിടെ പ്രസക്തിയേ ഇല്ല. ബിക്കോസ് റിലിജ്യനും സ്പിരിച്വാലിറ്റിയും രണ്ടാണ്. Spirituality is not religion and religion is not spirituality. That's why they are two separate words. റിലിജ്യനില് ഗോഡ് എന്ന് പറയുന്ന വാക്കിന് പേരുകൾ കൊടുക്കും. റിലിജ്യനില് ഗോഡിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കും. So I am purely talking from the standpoint of spirituality, not religion at all. ഒരു റിലിജ്യനെ നമ്മൾ തൊടുന്നില്ല. ബിക്കോസ് റിലിജ്യൻ ഇസ് കണക്റ്റഡ് ടു ദ മൈൻഡ്. ഇറ്റ് ഇസ് മെന്റലി അണ്ടർസ്റ്റാൻഡിങ് തിങ്സ് and creating names for gods and forms and explaining that. It's a totally different thing. Spirituality is trying to understand endana devam. Religion is trying to understand how to get in touch with devam and get what I want out of devam. So what I'm talking is purely spirituality, and spirituality is the search for meaning of God. And my search led me to understand that God is life. God equals life, equals I. This is what I say, and that's what the book is about. We all call ourselves I. So I always ask this. I have asked this question so many times that now I expect that അടുത്ത ഇന്റർവ്യൂവിൽ ചോദിച്ചാൽ എല്ലാവരും ആൻസർ ഇങ്ങോട്ട് പറയും. That I ask people, do you say എൻ്റെ ശരീരം? എൻ്റെ ശരീരം എന്ന് പറയാറുണ്ടോ? എൻ്റെ മനസ്സെന്ന് പറയാറുണ്ടോ?
ആരാണ് ഇത് പറയുന്നത്? എന്റെ ശരീരം, എന്റെ മനസ്സ്. ആരാ പറയുന്നപ്പോ എല്ലാവരും പറയും ഞാനാണ്. അപ്പൊ ആ ഞാനെന്താ? ഞാൻ ആരാന്നല്ല ചോദിച്ചത്. ആരാന്ന് ചോദിച്ചാൽ പിന്നെ എല്ലാം പോയി. ഇനി പറയും എന്റെ പേര് പറയും, നാള്, അച്ഛൻ, അമ്മ, ഞാൻ പഠിച്ചത്, ഞാൻ ചെയ്യുന്ന ജോലി, അതൊന്നുമല്ല ഇവിടെ ചോദിക്കുന്നത്. ഞാൻ ആരാന്ന് പോലും ചോദിക്കുന്നില്ല, ഞാൻ എന്താ. നൗ ദാറ്റ് ഇസ് സ്പിരിച്വാലിറ്റി. ആൻഡ് അതിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഇതിനോടുള്ള ക്രിറ്റിസിസം ശ്രദ്ധിച്ചിരുന്നു. സം പീപ്പിൾ സേ ഇറ്റ്സ് ഫണ്ടമെന്റലി ഇറാഷണൽ. It is not irrational, but it is not 100% rational, because റാഷണാലിറ്റി മാത്രം മതി എന്ന് പറയുന്നവര്, അവർക്ക് പകുതി തല മതിയല്ലോ. എന്തിനാ ഈ തലയുടെ ഈ ഭാഗം? ആവശ്യമില്ല, അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ അവർ ജീവിക്കും. അങ്ങനത്തെ ഒരു ജീവിതം ജീവിക്കുന്നവരാണ് റാഷണാലിറ്റി മാത്രം നോക്കുന്നത്. റാഷണൽ ആൻഡ് ലോജിക്കൽ മാത്രം മതിയെങ്കിൽ, is everything in life rational and logical only, but you put those filters, you say rational logical ആയിട്ടുള്ളത് മാത്രം മതി എനിക്ക്. അങ്ങനെയാണെങ്കിൽ മതി. നിങ്ങൾ എന്തിനാണ് ഈ ഇന്റർവ്യൂ കാണാനിരിക്കുന്നത്? കാണരുത്. ഇത് ഇറാഷണൽ ആണ്, കാണരുത്. നിങ്ങൾ റാഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുക, അല്ലേ? പക്ഷേ ലൈഫ് ഈസ് എ മിക്സ്ചർ ഓഫ് റാഷണാലിറ്റി ആൻഡ് ദ ഇറാഷണൽ. ഓൾ ഇൻക്ലൂസീവ് ആണ്. വാട്ട് ഐ എം ടോക്കിംഗ് ഈസ് ഇൻക്ലൂസീവ്, നോട്ട് സെപ്പറേറ്റിസ്റ്റ്. I am trying to bring things to one. When I'm talking about oneness. Oneness is wholeness. If you want to be whole, you have to include everything. When you include everything, you have to include the rational and the irrational. അപ്പൊ റാഷണാലിറ്റി മാത്രം മതി എന്ന് പറയുന്നവർക്ക് ഇതെല്ലാം മനസ്സിലാവില്ല. മനസ്സിലാവുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, അത് അവരുടെ പ്രശ്നമാണ്. ഞാൻ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കല്ല. ഞാൻ പറയാനുള്ളത് പറയുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ, ഇല്ലെങ്കിൽ വെട്ടേക്ക്, just forget it. ലഹരിയും സ്പിരിച്വാലിറ്റിയും തമ്മിൽ, ലഹരിയും സർഗാത്മകതയും തമ്മിൽ ലാർജ് സർഗാത്മകത എന്ന് പറയുന്നത് ബന്ധമുണ്ട്. സ്പിരിച്വാലിറ്റിയിലേക്ക് ഒരു തേടലുമായിട്ട് പോകുന്നവര് ജനറലി സൊസൈറ്റിയും അതിന്റെ റിജിഡിറ്റിയിൽ നിന്ന് ഫ്രസ്ട്രേറ്റഡ് ആവുന്നവരാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്നവര്. ഇങ്ങനത്തെ ആൾക്കാർ തന്നെയാണ് ലഹരിയും തേടി പോകുന്നത്. എന്തിനാണ് ലഹരി തേടുന്നത്? ബിക്കോസ് യു ആർ ഫ്രസ്ട്രേറ്റഡ് വിത്ത് ദ സ്റ്റാറ്റസ് കോ. ഇപ്പോൾ ഉള്ള ജീവിതം, ഡെയിലി ജോലി ചെയ്യുന്നവര് വെള്ളിയാഴ്ച വീക്കെൻഡ് എന്ന് പറഞ്ഞിട്ട് കള്ളു കുടിക്കുന്ന എന്തിനാണ്? വൈ? ബിക്കോസ് യു ഫെഡ് അപ്പ് ഓഫ് ദ ടൈറ്റ് റിജിഡ് സിസ്റ്റം. എന്തോ ഒരു റിലാക്സേഷൻ വേണം. അതേപോലെ ഈ റിലാക്സേഷൻ, സോ രണ്ടുപേരും, ലഹരി യൂസ് ചെയ്യുന്നവരും സ്പിരിച്വാലിറ്റി തേടുന്നവരും, ഈ ഉള്ള റിജിഡ് സൊസൈറ്റിയും റിജിഡ് വേസ് ഓഫ് ലിവിങ്, റാഷണലും ലോജിക്കലും മാത്രം അന്വേഷിച്ച് നടക്കുന്ന ആ ജീവിതം വീർപ്പ് മുട്ടിയിട്ടാണ് ഇതിലോട്ട് പോകുന്നത്. അപ്പൊ അതാണ് അവരിലെ കോമൺ പോയിന്റ്. ദേ ആർ ഫെഡ് അപ്പ് ഓഫ് ദ റിജിഡ് സിസ്റ്റം. അപ്പോ ആ കോമണാലിറ്റി ഉണ്ട്. പലപ്പോഴും ലഹരി, ബിക്കോസ് ഓഫ് ദിസ് സെയിം റീസൺ, ദാറ്റ് ഈ ജീവിതം പോരാ, വേറെ എന്തോ ആണ് തപ്പുന്നത്, അതിന്റെ മുകളിൽ ലഹരിയും കൂടെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് റിലാക്സേഷൻ വന്നു. ഒരു റിലാക്സ്ഡ് മൈൻഡോട് കൂടെ അവർ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ വഴുതി സ്പിരിച്വാലിറ്റിയിലേക്ക് പോവാം. സ്പിരിച്വാലിറ്റി പ്യൂർ ആയിട്ട് ഫോർ സ്പിരിച്വാലിറ്റി തേടി പോകുന്നവര് അവരെന്തായാലും അവർ ലക്ഷ്യമെത്തും. ബിക്കോസ് ദേ നോ, ഈ റിജിഡിറ്റി എനിക്ക് വേണ്ട, ഞാൻ ഇതിന്ന് പുറത്തേക്കുള്ള വഴി തപ്പുകയാണ്. അപ്പൊ ഈ രണ്ടുപേരും തമ്മിൽ അവരുടെ പോക്ക് ഏകദേശം അവേ ഫ്രോം റിജിഡിറ്റി ആണെന്ന് മാത്രമേ ഉള്ളൂ കോമൺ ആയിട്ട്. ഓഷോ, നമ്മൾ നിൽക്കുന്ന ഈ കോഴിക്കോട് ആക്ച്വലി ഓഷോയുടെ ലൻഡിങ് ലൈബ്രറി ഉണ്ടായിരുന്നു. നമ്മൾ ഒരു ബുക്കിന്റെ 10% കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബുക്ക് ഒരാഴ്ച 2 ആഴ്ചത്തേക്ക് വാടകയ്ക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സംവിധാനം. ഇറ്റ് വാസ് വെരി പോപ്പുലർ ഹിയർ. ഒരുപാട് മലയാളികൾക്ക് ഓഷോ ഒരു കൈൻഡ് ഓഫ്, ഇറ്റ് ഈസ് ഓൾസോ എ ക്യാരക്ടർ ആൻഡ് മെനി പീപ്പിൾ ലവ് ഹിം ഫോർ സർട്ടൻ ഡിഫറെന്റ് റീസൺസ്. ഒന്ന്, എങ്ങനെയാണ് ഈ ഓഷോ അട്രാക്ട്, ആൻഡ് ഓൾസോ വാട്ട്സ് ദ മോസ്റ്റ് ബാഫ്ലിംഗ് തിങ് അബൌട്ട് ഓഷോ, അബൌട്ട് ഓഷോസ് ലൈഫ് ഫോർ യു? For me, what's most baffling is that I feel that Osho could not complete his journey of wanting to be Zorba the Buddha. He always imagined the futuristic enlightened being as not being rigid like the Buddha, being able to enjoy like Zorba and be enlightened like Buddha. But I think he kind of gave that seed to seekers, but he himself did not arrive up till there because he himself had a lot of rigidity around him. And of course, if you become a guru, you will have to follow rules. ഓഷോയെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണല്ലോ അപ്പൊ ഓഷോ. ഒട്ടുമല്ല. Why? Because I don't want rules, so I'm not being anyone's guru. But he lived a very colorful life. 99 Rolls Royce, all these. I don't even have any interest in cars. I have a Nissan Magnite car, and I'm very happy with it. Nobody is judging you for So I'm just saying, I'm not at all like Osho. I'm saying I do not want 98 Rolls Royce.
I don't want 101 Rolex watches with the diamonds, and I don't want to be a guru. Very specifically, because the moment you become a guru, you're saying the same things, but you have accepted that I'm willing to be a guru. Now people have a hold over you. You have taken up a title, you can be put in a box, and now you have to live by the rules of that title. I'm sorry, it's the only difference. This is also the same city where Annie Besant found Jiddu Krishnamurthy. So they say, do you follow the Jiddu Krishnamurthy? I find him too cerebral. Find him too cerebral. Like too teacheristic, too professor. Not too cerebral. I like it to be very simple and commonplace. Like you can just talk about it simply without using big words and big philosophies and theories. I'm more existential. So who are your guiding posts? If it's not Osho, if it's not Everyone. I have borrowed understandings from the teachings of everyone, but I would necessarily not be like any one of them because I'm another form of life, just as you are another form of the same life. So life will never repeat itself. as a writer, Lena, going to be a big loss for the film industry. Never. I'm doing more films than I've ever done before. Just completed 3 movies. One released yesterday. It's called Kalb. And 3 movies I've just done. One with Jitu Joseph. Another one we're still filming in Kannur called Pushpaga Vimanam. I just love doing a whole lot of things together. ഇങ്ങനെയുള്ളൊരു ഒരു ഒരു ചിന്താ മേഖലയും ഒരു മാനസികമായിട്ടുള്ള ഒരു സ്പേസും എന്നാൽ അതേസമയം ഫിലിം ഇൻഡസ്ട്രി പോലെ സർട്ടൻ ട്രഡീഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന സർട്ടൻ കൺവെൻഷൻസ് ഒക്കെ ഫോളോ ചെയ്ത് ഇനി അല്ലെങ്കിൽ തന്നെയും ഒരു സ്ത്രീ ഒരു സമൂഹത്തിൽ മലയാളിയായ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ യു ഫീൽ കോൺഫ്ലിക്ട്സ് Not at all. I just be me wherever I am. I may be a problem for others, but life for me is beautiful. Very easy. So one final question. You said I'll be just me. Who is this me? Who are you? I'm life in this form called Lena, and I'm experiencing and expressing myself as life through living, and I'm enjoying the process. Can we end with an Osho story or Zen story? I don't think we need any stories as such because I'm not a storyteller like Osho, and I don't tell jokes. But I'm a joke myself, I think.